ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതായത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 018/2020 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 4/9/2020 നടന്ന, അതായത് ഈ ലോക്ക്ഡൌണിൽ നടന്ന ആദ്യത്തെ എക്സാം ആണ്. പോലീസ് കോൺസ്റ്റബിളിനുള്ള എക്സാം ആയിരുന്നു. പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ പോലീസ് കോൺസ്റ്റബിൾ IRB, NCA, SCCC എന്നിവയ്ക്ക് നടന്ന എക്സാം ആയിരുന്നു. PSC ക്വസ്റ്റ്യൻ നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം ഇന്ന്. അപ്പോൾ 2020 നടന്ന ലോക്ക്ഡൌണിന് നടന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന LDC, LGS ഏകദേശം ഈ മോഡൽ തന്നെ ആയിരിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് എന്തായാലും കടക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ആര്? അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് J. മേഴ്സിക്കുട്ടി അമ്മയാണ്. J. മേഴ്സിക്കുട്ടി അമ്മയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. പിന്നൊരു കാര്യം, ഇതിൽ ഓപ്ഷൻസ് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, ഓൺലി ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ സമയം വിലപ്പെട്ടതായതുകൊണ്ട് തന്നെ ഞാൻ കളയാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്ന സംഘ സാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ സി, തൊൽക്കാപ്യമാണ്. തൊൽക്കാപ്യമാണ് സംഘ സാഹിത്യ കൃതികളിൽ വ്യാകരണ ഗ്രന്ഥമായി പരിഗണിക്കുന്നത്. അടുത്തത്, പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ വയനാടാണ്. വയനാട് ജില്ലയിലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സോറി, അത് ചെറിയ ഒരു കമ്പ്യൂട്ടറിന്റെ മിസ്റ്റേക്ക് ആയിരുന്നു. ഇനി നാലാമത്തെ, ഏത് സംസ്ഥാനത്തിന്റെ ഗവർണറായാണ് കുമ്മനം രാജശേഖരൻ ചുമതലയേറ്റത്? ആൻസർ ഓപ്ഷൻ ബി, മിസോറമാണ്. മിസോറാമിന്റെ ഗവർണറായിട്ടാണ് കുമ്മനം രാജശേഖരൻ ചുമതലയേറ്റത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണ്? ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്ന് പറയുന്നത് 1721. 1721 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി, ആനി ബസന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചു പഠിക്കുക. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് ആരാണ്? ആനി ബസന്റ്. ഇനി 7, നമ്മളെ പ്രിലിംസിന് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. നമുക്ക് പഠിക്കേണ്ടതാണ്, നവോത്ഥാന നായകന്മാരിലുള്ള ഒരാളാണ്. ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ അരയ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ് എന്നാണ്. ആൻസർ ഓപ്ഷൻ ബി, പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജത്തിന്റെ സ്ഥാപകൻ. ഇനി 8, തിരുവിതാംകൂർ തിരുക്കൊച്ചി കൂട്ടിച്ചേർത്ത് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം ഏതാണെന്നാണ്. വർഷവും ഡേറ്റും ദിവസവും പറയേണ്ടതുണ്ട്. ഇതിൽ 1949 ജൂലൈ 1. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ വർഷവും മാസവും ദിവസവും പഠിക്കാൻ ശ്രമിക്കുക. ഇതിൽ തന്നെ കണ്ടില്ല, 1949 നമുക്ക് അറിയണ്ടായിരിക്കും. ജൂലൈ 1 ജൂലൈ 15 എന്നായിരിക്കും സംശയം. ഇപ്പൊ ജൂലൈ 1 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും കൂടിച്ചേർന്ന് തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത്. ഇനി 9, താഴെ പറയുന്നവരിൽ കിഴിയൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നാണ് ചോദ്യം. ആൻസർ KB മേനോനാണ്. KB മേനോനാണ് കിഴിയൂർ ബോംബ് കേസിൽ പ്രതിയായ വ്യക്തി, അതായത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി. ഇനി 10, താഴെ പറയുന്നവയിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത് എന്നാണ്. ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏത് എന്നാണ്. ആൻസർ ഓപ്ഷൻ എ, ഹീലിയം ആണ്. ഹീലിയം ഹരിതഗൃഹ വാതകങ്ങൾ പെടുന്നതല്ല. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണെന്നാണ്. ആൻസർ ഇടുക്കിയാണ്. ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല എന്ന് പറയുന്നത്. ഇനി 12, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്നാണ്. അപ്പോൾ ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. ഇനി 13, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി, ജാർഖണ്ഡാണ്. ജാർഖണ്ഡാണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. ഇനി
14ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത്. ഇനി 15ാമത്തെ, ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ഭൂവൽക്കമാണ്. ഭൂവൽക്കമാണ് ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗം. ഇനി 16ാമത്തെ ചോദ്യം. ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം ഏതാണ് എന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് ലോക കേരള സഭയുടെ ആദ്യ സമ്മേളനം നടന്ന നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഇനി 17ാമത്തെ, കേരളത്തിലെ മനുഷ്യനിർമ്മിതമായ ദ്വീപ് ഏതാണെന്നാണ്. അത് ഓപ്ഷൻ സി വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്. ഓപ്ഷൻ സി വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ് മനുഷ്യനിർമ്മിത ദ്വീപ് എന്ന് പറയുന്നത്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്. ഇനി 18, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം എവിടെയാണ് എന്നാണ്. അത് രാമേശ്വരമാണ്. രാമേശ്വരത്താണ് APJ അബ്ദുൽ കലാം ജനിച്ചത്. ഇനി 19, മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ഏതാണെന്നാണ് ചോദ്യം. മാരക വൈറസ് രോഗമായ നിപ്പ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം മലേഷ്യയാണ്. മലേഷ്യയിലാണ് ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇനി 20ാമത്തെ ചോദ്യം. ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ ആരാണ്? ഇത് ഒരു റയർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. വാലന്റിയർ ഷിറോൾ ആണ് ബാലഗംഗാധരനെ കുറിച്ച് ഇന്ത്യയുടെ അസ്വസ്ഥതയുടെ പിതാവ് എന്ന ഗ്രന്ഥം എഴുതിയ ചരിത്രകാരൻ. ഇനി 21ാമത്തെ ചോദ്യം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ സി സുസ്ഥിര വികസനം. 22, ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ആൻസർ ഓപ്ഷൻ എ ഫെബ്രുവരി 2 ആണ് ലോക തണ്ണീർത്തട ദിനം എന്ന് പറയുന്നത്. ഇനി 23, കാർഷിക വികസനത്തിനും ഗ്രാമീണ വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി നബാർഡാണ്. നബാർഡാണ് കാർഷിക വികസനത്തിനായിട്ട് ഉള്ള ബാങ്ക് എന്ന് പറയുന്നത് നബാർഡാണ്. ഇനി 24ാമത്തെ ചോദ്യം. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അനിമോമീറ്റർ ആണ്. അനിമോമീറ്റർ ആണ് കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം എന്ന് പറയുന്നത്. ഇനി ISROയുടെ 100ാമത്തെ ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ കാർട്ടോസാറ്റ് 2 ആണ്. കാർട്ടോസാറ്റ് 2 ആണ് ISROയുടെ 100ാമത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത്. ഇനി 26ാമത്തെ ചോദ്യം. ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം ഏത് ഹൈക്കോടതിയിലാണ്? കേരള ഹൈക്കോടതിയുടെ കീഴിലാണ് ലക്ഷദ്വീപിന്റെ നീതിന്യായ അധികാരം എന്ന് പറയുന്നത്. ഇനി 27, ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി രാജ്യസഭ. രാജ്യസഭയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത്. ഇനി 28ാമത്തെ ചോദ്യം. ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംസ്ഥാനത്തിന്റെ കാര്യനിർവഹണത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിലെ ഗവർണറാണ്. ലോകസഭയുടെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന മാസം ഏതാണെന്നുള്ളതാണ് ചോദ്യം. അത് ഓപ്ഷൻ ബി ജൂലൈയിലാണ് മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്നത്. ഇനി 30ാമത്തെ, പന്മന ആശ്രമം താഴെ പറയുന്ന ആരുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ വരുന്ന നവോത്ഥാനം അതേപോലെ പ്രിലിംസിന് നമുക്ക് വരുന്നത് ഏതൊക്കെയാണോ ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വീണ്ടും ആവർത്തിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ പ്രിലിംസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിലും കൂടി നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഇനി 31ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. അത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന ഒരു ചോദ്യമായിരിക്കും. ഇനി 32ാമത്തെ, ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്? അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 8 ആണ്. ഇനി 33ാമത്തെ ചോദ്യം, ദേശീയ കായിക ദിനം എന്നാണ്.
ദേശീയ കായിക ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 29 ഇനി 34 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇത് നമ്മളെ പ്രിലിംസിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു തന്നെ ആ വർഷം പഠിച്ചു വെക്കുക. 1993 ഒക്ടോബർ 12 നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർഷവും ദിവസവും മാസവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1993 ഒക്ടോബർ 12 ഇനി 35 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതാരാണ്? സംസ്ഥാനത്തെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ സംസ്ഥാന ഗവർണറാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളെ നിയമിക്കുന്നത്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആ ഗവർണർ ആയിരിക്കും. രാജ്യമാണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് ഇന്ത്യ മൊത്തമാണ് ചോദിക്കുന്നതെങ്കിൽ അത് പ്രസിഡന്റും ആയിരിക്കും. ഇനി 36 ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണെന്നുള്ളതാണ്. അത് ഓപ്ഷൻ സി. ഇതിൽ കുൻവർ സിംഗ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും കൻവർ സിംഗ് എന്നാണുള്ളതാണ് ശരിയായ ആൻസർ എന്നാണ് തോന്നുന്നത്. ഇനി 37 ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തടസ്സമാകും എന്ന കാരണത്താൽ സുപ്രീം കോടതി അടുത്തിടെ നീക്കം ചെയ്ത വിവര സാങ്കേതിക വിദ്യാ നിയമത്തിലെ വകുപ്പ് ഏത്? ഓപ്ഷൻ എ 66A ആണ് ആ വകുപ്പ്. ഇനി 38 പാലസ്തീൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി നരേന്ദ്രമോദിയാണ്. അത് അധികവും സന്ദർശിച്ച ആരാണെന്ന് ചോദിച്ചാൽ അധിക ആൻസർ നരേന്ദ്രമോദി ആയിരിക്കും. കാരണം അദ്ദേഹം പോവാത്ത സ്ഥലങ്ങളില്ല. തമാശയ്ക്ക് പറയുന്നതാണെങ്കിലും അതൊരു സത്യമായ കാര്യമാണ്. ഇനി 39 കേരള മീഡിയ അക്കാദമിയുടെ പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാനായി ഈയിടെ കേരളത്തിലെത്തിയ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ ആരാണ്? കറന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി നിക് ഉട്ടാണ്. പ്രഥമ ലോക പ്രസ് ഫോട്ടോഗ്രാഫർ പ്രൈസ് സ്വീകരിക്കാൻ ഈയിടെ കേരളത്തിലെത്തിയ വ്യക്തി എന്ന് പറയുന്നത്. ഇനി 40 ISROയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി കെ ശിവനാണ്. ISROയുടെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. 41 2017 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? 2017 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് കെ സച്ചിദാനന്ദനാണ്. ഇത് 2017 ശ്രദ്ധിക്കണം. വളരെ 3 കൊല്ലം മുന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഇനി 42 2017 G20 ഉച്ചകോടി വേദിയായ രാജ്യം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ജർമ്മനിയാണ്. 2017 G20 ഉച്ചകോടിക്ക് വേദിയായ രാജ്യം. 43 ബയോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് അവയവം ഏത്? ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവമാണ് വൃക്ക. താഴെ പറയുന്നവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ഡിഫ്തീരിയ. ഇനി 45 നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്ത്? അതായത് നെല്ലിന്റെ ശാസ്ത്രീയ നാമം ഏതാണെന്ന് ചോദിച്ചാൽ ഒറൈസ സറ്റൈവയാണ് നെല്ലിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഇനി 46 ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ്. ഇനി ലോക ഫുട്ബോൾ ഫൈനൽ റൗണ്ടിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം എത്ര എന്നുള്ളതാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ്. 32 ടീമുകളാണുള്ളത്. ഇനി 48 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. ഓപ്ഷൻ ബി വയനാടാണ് ആൻസർ. ഈ വയനാട് ജില്ല എടുത്തപ്പോൾ കുറെ പറഞ്ഞിട്ടുള്ളതാണ്. ജില്ലകളുടെ ക്ലാസ് കേൾക്കാത്തവർ ദയവ് ചെയ്ത് ആ ക്ലാസ്സിൽ പോയി കേൾക്കുക. അതിൽ നിന്ന് തന്നെ കുറെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ക്ലാസ് എടുത്തതിൽ നിന്ന് തന്നെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ക്ലാസ്സുകളൊന്ന് പോയി കാണുന്നത് നന്നായിരിക്കും. ഇനി 49 പാരാദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇനി 50 കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണ്? കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച് ഏതാണെന്ന് ചോദിച്ചാൽ മുഴുപ്പിലങ്ങാടി ബീച്ചാണ് കേരളത്തിലെ ഏക ഡ്രൈവ് ഇൻ ബീച്ച്. ഇതും പറഞ്ഞതാണ്. അതായത് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക. 51 കിതാബുൾ റഹ്ല ആരുടെ പ്രശസ്തമായ യാത്രാ വിവരണമാണ്? ആൻസർ ഇബൻ ബത്തൂത്തയുടെയാണ് കിതാബുൾ റഹ്ല എന്ന് പറയുന്ന യാത്രാ വിവരണം. ഇനി 52 കഴിഞ്ഞ വർഷം ഹിതപരിശോധന നടന്ന കാറ്റലോണിയ ഏത്
രാജ്യത്തിന്റെ ഭാഗമായ പ്രദേശമാണ്? ആൻസർ ഓപ്ഷൻ ഡി, സ്പെയിൻ. സ്പെയിനിന്റെ ഭാഗമായിരുന്നു കാറ്റലോണിയ. ഇനി 53. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി, വെങ്കയ്യ നായിഡു ആണ്. ഇനി 54. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 20 കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം. ഇനി 55. ഏത് സിനിമയിലെ ഗാനം ആലപിച്ചതിനാണ് 65ാമത് ദേശീയ പുരസ്കാരത്തിൽ മികച്ച ഗായകനുള്ള അവാർഡ് യേശുദാസിന് ലഭിച്ചത്? അത് ഓപ്ഷൻ എ, വിശ്വാസപൂർവ്വം മൻസൂർ എന്നുള്ള ഗാനത്തിനായിരുന്നു യേശുദാസിന് അവാർഡ് ലഭിച്ചത്. ഇനി 56ാമത്തെ ചോദ്യം. കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 15ാം ധനകാര്യ കമ്മീഷന്റെ തലവനാര്? ഓപ്ഷൻ സി, NK സിംഗ് ആണ്. NK സിംഗ് ആണ് കേന്ദ്ര സർക്കാർ രൂപം നൽകിയ 15ാമത് ധനകാര്യ കമ്മീഷന്റെ തലവൻ. ഇനി 57. താഴെ പറയുന്നവയിൽ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ്? അത് ഓപ്ഷൻ ഡി, പന്നിയൂരാണ്. പന്നിയൂര് കുരുമുളക് ഗവേഷണ കേന്ദ്രമാണ്. ഇനി 58. ഗ്രാമീണ ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ട് കൊണ്ടുള്ള പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി, സ്വജൽധാര പദ്ധതിയാണ്. സ്വജൽധാര പദ്ധതിയാണ് ശുദ്ധജല ലഭ്യത ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി. ഇനി 59. ആറ്റത്തിന്റെ ചാർജ് ഇല്ലാത്ത കണം ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂട്രോൺ ആണ്. സോറി, ഇത് മാർക്ക് ചെയ്യാൻ മറന്നുപോയി. ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം എന്ന് പറയുന്നത്. ഇനി 60. നീതി ആയോഗിന്റെ ആദ്യ ചെയർമാൻ ആരാണെന്നുള്ളതാണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി, നരേന്ദ്രമോദിയാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് ജനറൽ, അതായത് GK വിഭാഗത്തിൽ നിന്ന്, സയൻസ് തുടങ്ങിയ വിഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. മാത്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ മാത്സ് ഡിസ്കസ് ചെയ്യുന്നില്ല. കറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുക. ഇനി വരുന്ന എക്സാമുകൾ ഇതിൽ നിന്ന് പല ചോദ്യങ്ങളും ചോദിക്കാവുന്നതാണ്. നമ്മൾ LDC പ്രിലിംസിനുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള കമന്റുകൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.